Hi friends, assalamu alaikum. Welcome back to Mirzas World. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ കുറച്ച് ബ്ലറായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ബോട്ടിലാണ്. അത് നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ മക്കളെ പഴയ ഉടുപ്പിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ലേസിൻ്റെ കഷ്ണങ്ങളാണ്. അതായത് നല്ല ഫ്ലവേഴ്സും നല്ല ഇതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ആ ഒരു സമയത്ത് നമുക്കത് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് 2 ബോട്ടിലായിട്ട് ഈ ഒരു മക്കളുടെ പഴയ ഡ്രസ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള പീസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കളയുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് പ്രത്യേകം മാറ്റിയെടുത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ കിട്ടുന്ന സമയത്ത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളർ ഫ്ലവറാണ്. അതിൻ്റെ മുകളിൽ ഫ്രോക്കിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് 3 ഐറ്റംസ് ആയിട്ടുള്ള മിററാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും എൻ്റെ മുകളിലൊരു ഉടുപ്പിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂല് വിട്ട് പോകാത്ത രീതിയിൽ, അതായത് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കാകുമ്പോൾ ആ ഒരു നൂല് വിട്ട് പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു ഷേപ്പ് പോകാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് വൈറ്റ് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ഗ്ലൂ ഞാനിവിടെ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ മറ്റേ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്ക് ഇങ്ങനെ പൊന്തിയും താഴ്ന്നൊക്കെ ആയിട്ട് കുറച്ച് വൾഗറായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. അത് മാത്രമല്ല അതിൻ്റെ ഇങ്ങനെ വെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗമൊന്നും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ബോട്ടിലിൽ മിഡിലായിട്ട് നമ്മൾ ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോട്ടിൽ സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു 3 മിററിൻ്റെ, അതായത് സീക്വൻസ് പോലെയുള്ള മിററാണ്, ഒറിജിനൽ മിററല്ല, ആ ഒരു പീസും നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഹോട്ട് ഗ്ലൂ ആണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നൂലിങ്ങനെ വെലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചാലും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബോട്ടിൽ കാണാനായിട്ട് അത്ര ഭംഗിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ ഏതൊരു ഡ്രസ്സാണെങ്കിലും കളയുന്ന സമയത്ത് അതിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കി അതൊന്ന് എനിക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ കളയാറുള്ളൂ. അപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ആ ഒരു സീക്വൻസ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ ഏതൊരു രീതിയിലുള്ള ലേസ്, ഏതൊരു രീതിയിലുള്ള ഫ്ലവറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബോട്ടിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള പാറ്റേണും നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളൊരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും ബോട്ടിൽ കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാപ്പിലാണ് ഒട്ടിച്ചിരുന്നത്. ക്യാപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സീക്വൻസ് ചുറ്റിലും ഒട്ടിച്ചെടുക്കും. അതിൻ്റെ മുകളിലും കൂടി കവർ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റായിട്ട് അത് സ്റ്റിക്കായി കിട്ടുക. പിന്നെ അടിഞ്ഞ് വരാത്ത രീതിയിൽ തന്നെ അവിടെ സ്റ്റിക്കായി കിട്ടും. ഇപ്പോൾ നമ്മൾ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്തി ഓൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.